ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എലഗൻസ് അറ്റയർ. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? എന്താണോ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മളെപ്പോലെ ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ വളർന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് എന്താണെങ്കിലും ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ്. അപ്പൊ മീൻ അച്ചാറാണ്. നമ്മള് മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിരുന്നു, മസാല ചേർത്ത് വെച്ചിരുന്നു. അത് നമ്മൾ നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്തൊന്ന് കോരുകയാണ് കേട്ടോ. നല്ലപോലെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കോരി എടുക്കുകയാണ്. നമുക്കിപ്പോൾ ചെറിയൊരു ഓർഡർ ഉണ്ട്, ചെറിയ കുഞ്ഞൊരു ഓർഡർ. അത്ര നമ്മൾ അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ. ചെറുതിന്നാണല്ലോ നമ്മൾ വലുതായി വരുന്നത്. അപ്പൊ അതൊന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലാണ് നമുക്ക് കുറച്ച് നാള് ഇത് കേടാകാതൊക്കെ ഇരിക്കുള്ളൂ. നമുക്ക് അതിന് മാത്രമല്ല ഒന്നുമില്ല, എന്തായാലും നമ്മൾ അതിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ആ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് കുറച്ച് അധികം നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് മറ്റേ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഇടുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി നല്ല മുരിഞ്ഞിങ്ങനെ ആ ഒരു വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് ചതച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇടണം. അപ്പൊ നമുക്കൊന്ന് കടിക്കാനും കിട്ടണമല്ലോ വെളുത്തുള്ളി. അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ, ചതച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് മറ്റേ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന കായം ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ആ കായം ചേർത്ത് പൊടിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് എണ്ണയുടെ പോരാകി ഉണ്ടായിരുന്നു, എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു നമ്മൾ. ഇതൊന്നും ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, ഞാൻ ഇളക്ക് മാത്രമേ ഉള്ളൂ, ഉമ്മിച്ചിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മറ്റേ എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് എരിവുള്ള മുളക് പൊടിയുടെ ആവശ്യം കൂടെ ഉണ്ട്. അച്ചാറാകുമ്പോഴത്തേനും നല്ല എരിവ് വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. അച്ചാറിന് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ വേണമല്ലോ. അപ്പൊ ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ വിനാഗിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ ഇതാണ് ചൂരമീൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചൂര ആ ഫിഷിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് നമ്മൾ അതിനകത്തേക്ക് തട്ടി അതൊന്ന് കുറുകി വറ്റി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അച്ചാർ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.